വാർത്തയിലേക്ക് വിശദമായി. പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ മാത്യു കുഴൽനാടൻ MLAയ്ക്കും നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റു. അജിത്ത് എന്നാണ് പോലീസുകാരനാണ് അങ്ങേറ്റം ക്രൂരമായി അടിക്കാൻ തീരുമാനിച്ചു തന്നെ അവർ കണക്കുകൂട്ടി ചെയ്ത ലാത്തിചാർജാണെന്ന്. കാരണം സാധാരണ നമ്മളൊക്കെ എത്രയോ സമരം കണ്ടിരിക്കുന്നു. സമരം വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ് നിൽക്കാറ്. ഈ തവണ വളഞ്ഞിട്ടടിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ ജലപീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറകിൽ നിന്നും വന്നു കൂടുകയും വളഞ്ഞിട്ട് സത്യത്തിലെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായില്ല. അവര് മുദ്രാവാക്യം വിളിച്ചു, ബാരിക്കേഡ് ഇളക്കി എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ ഒരു കല്ലെറിയുകയോ ഒരു പലക എറിയോ അല്ലെങ്കിൽ ഒരു കോലെറിയോ ഒന്നും ചെയ്തില്ല. അതിനു മുമ്പേ പോലീസ് ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു. മാത്രമല്ല പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലപീരങ്കി പ്രയോഗിക്കുകയും അവരെ നിലത്ത് വീഴുകയും അതിനുശേഷം പ്രവർത്തകരെ
അടിച്ച് ചെതറിക്കുകയുമാണ് അവർ ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രവർത്തകൻ വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ 4-5 പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് അടി എന്റെ മേത്തും കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ മർദ്ദിക്കുകയും തല പൊട്ടി 4 പേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു. ഒരു വയലിൽ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അലോഷി അടക്കമുള്ളവരുടെ കൈക്ക് ഒടിവുണ്ടോ എന്ന് കൈയും കാലും ഒടിഞ്ഞ പ്രവർത്തകരുണ്ട്. അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട. ഒരു ലാത്തിചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടി കൊണ്ടോ ഒന്നും ഞങ്ങളെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റി കളയാമെന്ന് വിചാരിക്കേണ്ട. അതിശക്തമായ പോരാട്ടം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും. ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എത്ര പോലീസ് മർദ്ദനമുണ്ട്, എത്ര അടിയുണ്ട്, എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നം. ഞങ്ങളവിടെ സമരത്തിന്റെ തുടക്ക സമയത്ത് പ്രസംഗത്തിന് ശേഷം പെൺകുട്ടികൾ മാറി നിൽക്കുന്ന സമയത്താണ് വയറ്റിലേക്കും ചെവിയിലേക്കും ആവർത്തിച്ച് ജലവീരങ്കി അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പരിക്ക് പറ്റിയത്. അതിനുശേഷം വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാവാൻ വന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡ് മൊത്തം ഒരു സർക്കിള്, ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. പോലീസിന് നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു. മുട്ടയിൽ മുളക് പൊടിയും വെച്ചിരുന്നു. പോലീസിന് നേരെ ഗോലിയെറിഞ്ഞും പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചു. മാർച്ചിനിടെ KSU പ്രവർത്തകർ CITU പ്രവർത്തകരെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ഇതേ തുടർന്ന് ആൽത്തറയ്ക്ക് സമീപം KSU CITU പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഗംഭീര അടിയായിരുന്നു. മിണ്ടാൻ ക്യാമറ തൊഴിലാളികൾ സംഘടിപ്പിച്ച് ഇവിടെ ആരും അനങ്ങൂല. പോലീസ് ഒന്നും കൂടെ അനങ്ങൂല. ആരാണ് ഇത് ചെയ്ത് അവർക്ക് നിയമ നടപടി സ്വീകരിച്ച് നാളെ നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഒറ്റയുടെ കാറ്റവർക്ക് ചുമതല മൊത്തം സാധനം മൊത്തം സംഘടിപ്പിക്കും. ഒറ്റ സാധനങ്ങൾ ഇറക്കൂല. ഇതിനൊരു നടപടിയെടുത്ത് നാളെ ജാഥ നമ്മളെ സംഘടിപ്പിക്കും. അത് പറയാൻ തൊഴിലാളികൾ വന്ന് യൂത്ത് കോൺഗ്രസ് ആരായാലും KSU നമുക്കൊരു വിഷയമില്ല. നമുക്കാണ് SFI പിള്ളേരെ ഇറങ്ങിക്കൂടെ. ഇപ്പൊ ഇറങ്ങിക്കൂടെ കലാ ഭൂമി ആയിക്കൂടെ. പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ വിവരമില്ലാത്ത കുറെ വിളിക്കാൻ വേണ്ടി വന്നു. അത് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനിൽ ചേരുകയാണ് ഐശ്വര്യ. തുടർച്ചയായ 2ാം ദിവസവും തലസ്ഥാനത്ത് തെരുവ് യുദ്ധമാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിൽ ഇന്നത് KSU പ്രവർത്തകരാണ്. എവിടെയൊക്കെയാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായത്? നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളുണ്ട്. CITU പ്രവർത്തകരുമായി ഏറ്റുമുട്ടി എന്ന വിവരങ്ങളും വരുന്നു. എന്താണ് ഇന്ന് തലസ്ഥാനത്ത് നടന്നത്? രേണുക, കഴിഞ്ഞ നാളുകളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്കാണ് ഇന്ന് KSU മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC അധ്യക്ഷനുമൊപ്പം പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ ആ രീതിയിലുള്ള ഒരു സമരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിക്കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര പോരാട്ടം നമ്മൾ കണ്ടത്. 2ാം ദിവസം ഇപ്പോൾ KSU സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിൽ തുടക്കത്തിൽ ഈ പ്രവർത്തകരെത്തി. മാത്യു കൊഴുനാടൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷം ബാരിക്കേഡ് മറികടക്കാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ മുളക് പൊടി നിറച്ച മുട്ടയടക്കം പോലീസിന് നേരെ എറിയുന്നൊരു സാഹചര്യം
ഉണ്ടായി. അവിടെയാണ് പോലീസ് പ്രകോപിതരായത്. ലാത്തി വീശുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയാണ് അവിടെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായത്. ആ പ്രവർത്തകരെ ഉടൻ തന്നെ, അതായത് ആ നിമിഷ നേരം കൊണ്ട് അവിടെ പ്രവർത്തകരെ ലാത്തി വീശി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു പോലീസ്. ഈ ലാത്തി വീശുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ MLA അടക്കം പരിക്കേറ്റത്. ഒപ്പം KSU പ്രവർത്തകൻ അമലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ചെവിക്കാണ്, അതായത് ഈ ലാത്തി വീശുന്നതിനിടെ ചെവിക്ക് പരിക്കേറ്റു. അമലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, വൈസ് പ്രസിഡന്റുമാരായ ആൻ സെബാസ്റ്റ്യൻ, അരുൺ രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും നിലവിൽ ഈ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ് KSU നടത്തിയിരിക്കുന്നത്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ഈ സമരം ഈ രീതിയിൽ തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് KSUവിന്റെ പ്രഖ്യാപനം. ഐശ്വര്യ, ഇന്നലെ പോലീസ് വലിയ രീതിയിൽ സംയമനം പാലിച്ചു എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. അക്രമത്തിന് കരുതിക്കൂട്ടിയെത്തിയവരായിരുന്നു ഇന്നലെ തലസ്ഥാനത്ത് അക്രമം നടത്തിയത് എന്നതും അവർ പറഞ്ഞിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്തായിരുന്നു? പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നതാണ് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഇന്നത്തെ സമീപനം ഏത് നിലയ്ക്കായിരുന്നു? കഴിഞ്ഞ ദിവസം പോലീസ് അങ്ങേയറ്റം സംയമനം പാലിക്കുകയുണ്ടായി. പക്ഷെ ഇന്ന് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് നടന്ന പ്രകോപനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ പോലീസിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചതും ഒപ്പം ഈ ലാത്തി വീശുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടന്നതും മറ്റൊന്നിനും വേണ്ടി പോലീസ് കാത്തുനിന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ ലാത്തി വീശിയ ശേഷം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കാണ് കടന്നത്. ഈ ലാത്തി വീശുന്നതിനിടയിൽ തന്നെ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനും ശ്രമിച്ചു. ഒപ്പം പല പ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ചെയ്തു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, ഒപ്പം അരുൺ രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിന്റെ ആ രീതിയിൽ ഉള്ള സമരങ്ങൾക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ കണ്ട ഒരു രീതിയല്ല, അല്ലെങ്കിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ഒന്നും ചെയ്യാനാകാതെ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇന്ന് അതല്ല തിരുവനന്തപുരത്ത് കണ്ടത്. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള നീക്കത്തിലാണ് യൂത്ത് കോൺഗ്രസും KSUവുമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകുന്നു. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. VD സതീശനെതിരെ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. VD സതീശൻ ഡയലോഗ് അടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമാണ് സതീഷിന്റെ നീക്കമെന്നും റിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഡയലോഗാണെന്ന് ഇന്ന് പറയുന്നതല്ല നാളെ പറയാം, ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയാം. വെറും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. പക്വമായി പ്രവർത്തിക്കേണ്ടേ. നവകേരള സദസ്സ് അതിൽ പങ്കെടുക്കണം എന്ന് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? ആ നിലപാട് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടുതലേ ചെയ്യുക. ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്ധമായ അധികാരക്കൊതി മൂത്തതിൻ്റെ ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ ഭാഗമായി LDF സർക്കാരിനെതിരെ BJP ആഗ്രഹിക്കുന്നത് പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം.
മാസപ്പടിക്കാലത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നാവ് ഉപ്പിലിട്ടിരിക്കുകയായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ റിയാസിന് മാത്രമേ നോവൂ. പിണറായിയും സുരേന്ദ്രനും ധാരണയാണ്. പിണറായി സഹായിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ ജയിലിൽ കിടന്നേനെയെന്നും സതീശൻ പറഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതോടെയാണ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതെന്നും സതീശൻ മറുപടി നൽകി. ഇടവേള. കളിപ്പാട്ടങ്ങൾ വാർത്തകൾ തുടരുന്നു. ഗവർണർക്കെതിരെ നിർണായക നീക്കവുമായി സർക്കാർ. ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ലെന്നാരോപിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറുടെ വാർത്താക്കുറിപ്പിനെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ അപകടം മുൻകൂട്ടി കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഗവർണർക്ക് മുൻപേ രാഷ്ട്രപതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കുന്നു, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സൂചനകൾ നൽകിയിരുന്നു. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മാത്രമല്ല രാഷ്ട്രപതിക്കും കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഗവർണർ മുൻകൈയെടുക്കുന്നു. പ്രോട്ടോകോൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് ഗവർണർ തെരുവിലിറങ്ങി നടക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഇടയാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും ആശങ്ക, ആക്ഷേപം. അത് വ്യക്തമായിക്കൊണ്ടാണ് ഗവർണർ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് അയച്ചത്. എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ഇനി ഇക്കാലത്ത് ഗവർണറുടെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാകും. എങ്ങനെയാണ് ഗവർണർ ഈ കത്തിന് മറുപടി നൽകുക? എന്താണ് സ്വാഭാവികമായും ഗവർണർക്കെതിരെ നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നില്ലെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നാൽ, സുപ്രീം കോടതി അടക്കം പോകേണ്ടി വന്നാൽ ഇത്തരമൊരു കത്ത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് സർക്കാർ കരുതുന്നു. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു കത്തയച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണറുടെ ഭാഗത്ത് കൂടുതൽ കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്, ഒരുപക്ഷെ സംസ്ഥാനം മുമ്പെങ്കും കണ്ടാത്ത തരത്തിലേക്ക് ഒരു ഗവർണർക്കെതിരെ ഒരു മുഖ്യമന്ത്രി അതിർത്തി പരസ്യമാക്കുകയാണ് ചെയ്തത്. അത് ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പ്രതിപക്ഷം സഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിനെ സർക്കാർ അന്ന് എതിർത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഗവർണറുടെ നീക്കങ്ങൾ സർക്കാരിന് നിരന്തരം തിരിച്ചടിയാകുന്നു, തലവേദനയാകുന്നു. സംസ്ഥാനത്തെ ഭരണത്തെ തന്നെ ഇല്ലാതാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഗവർണർക്കെതിരെ ഇത്തരമൊരു കത്തയക്കുമ്പോൾ സ്വാഭാവികമായും അത് ഗവർണറെ വേണ്ട എന്ന ഈ ഗവർണർ വേണ്ട എന്ന സംസ്ഥാന സർക്കാർ നിലപാട് കൂടിയായി അത് വ്യാഖ്യാനിക്കപ്പെടും. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്ന സൂചനകളിലെങ്കിൽ പോലും അത്തരമൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. PV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി. നാട്ടിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഗവർണർ നല്ല ശ്രമം നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുടെ കെണിയിൽ SFI വീഴാത്തത് അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. അതിലൂടെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാമായിട്ടോ ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക്
ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു. അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ലീഗ് അംഗങ്ങളും ഇടതംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. ലീഗ് അംഗങ്ങൾ ഡയസിൽ കയറി വൈസ് ചാൻസലറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു. അജണ്ടകൾ ചർച്ചയില്ലാതെ സെനറ്റ് പാസാക്കി. VC വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് P. അബ്ദുൽ ഹമീദ് ആരോപിച്ചു. ഇവിടെ ഒരുപാട് പോലീസുണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവര് നോക്കി നിൽക്കല്ലേ. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം പോലീസുണ്ടല്ലോ. ആ വേറെ നമ്മളെന്തായാലും പറയാ, ഇത് ക്രമസമാധാന പാലനം അത് ശരിയാക്കേണ്ട ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. അത് അവരുടെ അവകാശമാണ്. അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളിൽ കടത്തുന്ന ഉത്തരവ് പോലീസിനുണ്ട്. അതവർ ചെയ്യുന്നില്ല. അത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമാണ്. ആരിവിടെ കേരള തീരുമാനിക്കേണ്ട SFIക്കാരല്ല. അതിനിവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി തീരുമാനിക്കണം. അല്ലാതെ ഒരു പോലീസ് ഇവിടെ കണ്ടു നിൽക്കുക, ബാക്കിയുള്ള ആളുകൾ നിയന്ത്രിക്കുക, അതെന്ത് പരിപാടിയാണ്? അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയ നിലവിൽ സെനറ്റ് അംഗങ്ങൾ ഇലക്ടഡ് ബോഡിയാണ്. അവർ കയറി വരുമാരെ വിചാരണ ഞാൻ SFIക്കാരാ? അല്ല, ഇതുവരെയല്ലോ നിയന്ത്രിക്കേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് വരാന് ആളുകൾ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ആളുകളല്ലേ. ഇവിടെ നമ്മൾ ഗേറ്റിന് മുന്നിൽ നമ്മൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട അവസ്ഥയാണ്. പോലീസ് ഞങ്ങൾ ഇവിടുത്തെ ഹയസ്റ്റ് ബോഡിയിലുള്ള ആളുകളല്ലേ. നമ്മളിവിടെ വന്ന് ഇവരെ പെർമിഷൻ കൊണ്ടാണോ അകത്ത് കയറേണ്ടത്? SFI പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് BJP അനുകൂല അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പത്മശ്രീ ജേതാവ് ബാലൻ പുതേരി അടക്കം പുറത്തു നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ സെനറ്റ് മെമ്പർമാരാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 18 പേരിൽ ഏതാനും സെനറ്റ് മെമ്പർമാരാണ് ഇപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്തവരാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഗവർണറോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധം നമ്മൾ കാണുന്നുണ്ടല്ലോ. SFIയെ കാണിക്കുന്ന പേക്കൂത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രം അവർ ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ SFIയുടെ നേതാക്കന്മാർ നിന്നിട്ട് ഇവിടെ നിലവിലുള്ള സെനറ്റ് മെമ്പർമാരോട് പോലും നിങ്ങൾ RSS ആണോ എന്ന് പറഞ്ഞിട്ട് അവരെ തടുക്കുകയും അവരതിനകത്ത് കയറാൻ ചെയ്യാൻ്റെ ഫലമായിട്ട് അവരെ തടഞ്ഞു വെക്കുകയും അതുപോലെ രാഷ്ട്രീയം ചോദിച്ചിട്ട് അവരെ ഞങ്ങളിവിടെ പുറത്തു നിർത്തി. ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരാളെയും അതിൽ അവരുടെ 2 പേരുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകമാണ്. അവരിതുവരെ അവരുടെ 2 പേരെ രാജിവെപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ 2 പേരടക്കമുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും അവർ ഇവിടെ അവരുടെ ആൾക്കാരകത്ത് കയറിയിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഇവിടെ തടഞ്ഞു നിർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അധ്യാപകരും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ CI സാറിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതുവരെ പ്രതികരണങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് നോമിനേറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ പിടിച്ചു പറിച്ചൊന്നുമില്ലല്ലോ. നമ്മളെ അപേക്ഷ കൊടുത്തു, നമ്മളെ യോഗ്യത അനുസരിച്ച് സെലക്ട് ചെയ്തു, അത്രേ ഉള്ളൂല്ലോ. ഗവർണറുടെ നോമിനി ആയതാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ ആരോടും വാദപ്രതിവാദത്തിനോ സംഘടനത്തിനോ ഒന്നും പോണില്ല. നമുക്ക് കഴിയില്ല. നമ്മൾ ആരോഗ്യമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അപ്പോൾ ചാൻസലർ അദ്ദേഹത്തിന് വിവിധ മേഖലകളിലെ പ്രമുഖരെ, അത് നമുക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോ മുരടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു ഗവർണറായിട്ടാണ് ഇപ്പോഴത്തെ ചാൻസലറെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ പതിവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ നിന്നോ വരുന്ന ശുപാർശകൾ അംഗീകരിക്കപ്പെടാറാണ്. എന്നാൽ ഇത്തവണ ഉണ്ടായത് ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കുറിച്ച് അന്വേഷിച്ച് അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയോട് ആഭിമുഖ്യമുള്ളവർ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്
കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക, ഗുണപരമായ മാറ്റമുണ്ടാക്കുക, അത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളീയ സമൂഹത്തിന് ഒന്നാകെ തന്നെ മെച്ചമുണ്ടാകുന്ന രീതിയിലുള്ള പരിവർത്തനം സാധ്യമാക്കുക എന്നത് ഒരു മഹത്തായ ദൌത്യത്തിന്റെ തുടക്കമാണിത്. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വ്യക്തിപരമായി വിരോധമല്ല, ഗവർണറുടെ രാഷ്ട്രീയ തീരുമാനമായതിനാൽ കയറ്റിവിടാനാവില്ല എന്നായിരുന്നു SFIയുടെ നിലപാട്. സംഘപരിവാറിന്റെ പ്രവർത്തകരായ നിങ്ങളെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ അറിയിക്കുന്നത്. അത് ജനാധിപത്യ മാർഗത്തിലാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ ഞങ്ങൾ ഇത് തുടരുകയും ചെയ്യും. ഒരു തരത്തിലും നിങ്ങൾ ഇങ്ങോട്ട് കയറ്റരുത് എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം. ആ തീരുമാനം ഞങ്ങളിവിടെ നടപ്പിലാക്കുന്ന നിലയാണുള്ളത്. മൊത്തം 18 പേരെ നോമിനേറ്റ് ചെയ്തത്. അതിൽ 2 പേർ VC കൊടുത്ത ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളാണ്. ബാക്കിയുള്ള ലീഗുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ള അവർ കേരളത്തോട് മറുപടി പറയട്ടെ. അവരെ ഞങ്ങളിപ്പോ ഗൗനിക്കുന്നില്ല. കാരണം അവർ സംഘപരിവാരത്തിന്റെ എച്ചിൽ നോക്കി ജീവിക്കട്ടെ. പക്ഷെ സംഘപരിവാറുകാരെ ഞങ്ങളുടെ യുദ്ധം കോൺഗ്രസിനോടോ ലീഗിനോടോ അല്ല, അവരെ കൂടെ ഈ സമരത്തിന്റെ കൂടെ കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ അവർ കൂടുന്നില്ല. സംഘപരിവാറുകാരെ കയറ്റില്ല ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ സമരത്തിലാണ് ഞങ്ങൾ. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി BJP അനുകൂല സെനറ്റ് അംഗങ്ങൾ സെനറ്റ് ഹൌസിന് സമീപം എത്തിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തെത്തി. വ്യക്തിപരമായല്ല, മറിച്ച് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു എന്ന സാഹചര്യത്തിൽ സംഘപരിവാർ അനുകൂലികളെ സെനറ്റിനുള്ളിലേക്ക് കടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. പിന്നീട് ഓരോ പ്രവർത്തകരായി ഓരോ സെനറ്റ് അംഗങ്ങളായി സ്ഥലത്തെത്തി. ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ഇടതുപക്ഷ അനുകൂല സംഘടനാ പ്രതിനിധികളും ഒക്കെ എത്തിയെങ്കിലും അവരെ ആരെയും SFI പ്രവർത്തകർ തടഞ്ഞില്ല. അവർ സെനറ്റ് യോഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറോളം പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തി. ഒടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 10:45 ആയപ്പോഴേക്കും മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ ആ സമയത്തേക്കും സെനറ്റ് യോഗം അവസാനിപ്പിച്ച് നേരത്തെ സെനറ്റ് ഹാളിലേക്ക് പോയ അംഗങ്ങൾ താഴേക്ക് എത്തുകയായിരുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിലും നടന്നത്. കാര്യമായ ചർച്ചകൾ ഇല്ലാതെ അജണ്ടകൾ പാസാക്കുന്നുവെന്നാരോപിച്ച് സെനറ്റ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യോഗം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. വൈസ് ചാൻസലറുടെ ഡയസിന് സമീപം എത്തിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ലീഗ് അംഗങ്ങൾ പറയുന്നത്. യാതൊരു വിഷയങ്ങളും കാര്യമായ ചർച്ചകൾ സെനറ്റിൽ നടന്നില്ല. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പാസാക്കാൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചു. എന്തായാലും 40 മിനിറ്റിനുള്ളിൽ സെനറ്റ് യോഗം കഴിഞ്ഞ് അംഗങ്ങൾ താഴേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തെങ്കിൽ പോലും ഈ BJP അനുകൂല സെനറ്റ് അംഗങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പിന്നീട് വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പോലീസ് കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നതെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നും സെനറ്റ് അംഗങ്ങൾ പറയുകയും ചെയ്തു. വൈസ് ചാൻസലറെ UDF അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും അടക്കുന്ന സംഘടന പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സെനറ്റ് അംഗങ്ങൾ പൂർണ്ണമായും ക്യാമ്പസിൽ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. തോന്നയ്ക്കൽ, ചെമ്പകമംഗലത്തും ആറ്റിങ്ങലിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ചെമ്പകമംഗലത്ത് 4 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. സിന്ദാബാദ്.
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ്. തിരുവനന്തപുരം DCC അംഗം MS ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം R നൌഷാദ് എന്നിവരും നവകേരള സദസ്സിൽ ഇന്ന് പങ്കെടുത്തു. ബിനുവിനെ പിന്നീട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എൻ്റെ വാർഡിലെ 1-2 വികസന പ്രവർത്തനങ്ങളും ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രദ്ധയപ്പെടുത്തണം. അത് ഈ വേദിയാണെന്ന് തോന്നി വരുന്നു. പാർട്ടിയുടെ എതിർപ്പല്ല, എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വേദി. ജനപ്രതി എന്ന നിലയിൽ എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നു. ചടക്ക നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമില്ല. ജനപ്രതി എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥം 50 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന സർജറിയാണ്. അത് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ. അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഘടകങ്ങൾ വിചാരിച്ചാൽ അത്രയും രൂപ പിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. ലീഗിൻ്റെ പ്രതിയായിട്ട് UDFൻ്റെ പ്രതിയായിട്ടല്ല. ഇവിടെ ഞാൻ പ്രവാസികളുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ സംഘടനയുടെ പ്രതിയായിട്ടാണ് ഞാനിവിടെ വന്നത്. തിരുവനന്തപുരത്ത് ഈ പരിപാടി ഈ ജനകീയ സഭ തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയുണ്ട്, കേരളീയൻ ഗവൺമെൻറ് നടത്തി. അതിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UDFൻ്റെ കക്ഷികളൊന്നും പങ്കെടുക്കരുത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊന്നും പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭ കൃഷ്ണനായർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവാസി സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തു, ഞാൻ സംസാരിച്ചു. ഞാൻ ലീഗിലാണല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ ലീഗിനെ പ്രതികരിച്ചുകൊണ്ടല്ലല്ലോ വന്നത്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വിട്ടുകൊടുത്തപ്പോൾ കമാൻഡന്റിനെ അറിയിച്ചില്ലെന്ന വിചിത്രവാദം. തിരുവനന്തപുരം AR ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വിചിത്രവാദമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വാഹനം ഉപയോഗിച്ചതിന് നടപടിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? എന്താണിതിൽ ഇപ്പോൾ ഇത് വിവാദമാകുമ്പോൾ നൽകുന്ന വിശദീകരണം? രേണുക, തിരുവനന്തപുരം AR ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ക്യാൻറ്റീനിലെ ജീവനക്കാരി അവർ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു, കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന MD-GD, അതായത് വാഹനങ്ങളുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വിട്ടുകൊടുത്തു. ഈ വിവരം ഡ്യൂട്ടി ഓഫീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഉദ്യോഗസ്ഥനായ അരുണാണ് ഇപ്പോൾ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. AR ക്യാമ്പിലെ കമാൻഡൻ്റാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതായത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല വാഹനം ഉപയോഗിക്കുന്ന കാര്യം എന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. എല്ലാ ദിവസവും മറ്റ് ഡ്യൂട്ടികൾ ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയ അമർഷമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ജീവൻ രക്ഷാ പ്രവർത്തനം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നവകേരള യാത്രയുമായി ഉയർന്നു കേട്ടൊരു വാക്കാണ്. അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ AR ക്യാമ്പിൽ തന്നെ ഒരു പോലീസുകാരൻ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത് അത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഈ വീണ ജീവനക്കാരി താൽക്കാലിക ജീവനക്കാരിയാണ്. AR ക്യാമ്പിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ അതിൻ്റെ 1-ാം നിലയിൽ നിന്നാണ് താഴെ വീണത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചതനുസരിച്ച് തന്നെയാണ് ഈ വാഹനം വിട്ടുകൊടുക്കുന്നതും. പക്ഷേ ഡ്യൂട്ടി ഓഫീസിനെ അറിയിച്ചിരുന്നു, അത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല എന്ന കുറ്റം ആരോപിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക, ശരി. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. ആഘോഷങ്ങളൊന്നും സർക്കാർ വേണ്ടെന്ന് വെക്കുന്നില്ല, അതുകൊണ്ട് കയ്യിൽ പണമില്ലെന്ന് സർക്കാർ പറയരുതെന്നും കോടതി പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഭിക്ഷതണ്ടൽ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി 5 മാസത്തെ വിധവാ പെൻഷൻ കുടിശ്ശിക നൽകാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ്
ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. ആഘോഷങ്ങൾക്കായി സർക്കാരിന് പണമുണ്ടെന്നും എന്നാൽ വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ചിലവഴിക്കാനാകുന്നില്ലെന്നും പണത്തിന്റെ പേരിൽ സർക്കാർ ആഘോഷങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. മറിയക്കുട്ടിക്ക് 1600 രൂപ മാസം തോറും നൽകാനായില്ലെങ്കിൽ 3 മാസത്തേക്ക് അവരുടെ ചിലവ് സർക്കാർ വഹിക്കണം. സർക്കാർ നിലപാട് നാളെ അറിയിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതിക്ക് മുൻപിൽ മറിയക്കുട്ടിയാണ് VIP. വേണമെങ്കിൽ അഭിഭാഷകരുടെ കയ്യിൽ നിന്നും പിരിവിട്ട് പണം നൽകാമെന്നുമുള്ള വൈകാരികമായ പ്രതികരണമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ വിശദീകരണത്തിനായി നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. മന്ത്രിസ്ഥാനം 1 മാസം നീട്ടിക്കിട്ടിയത് ബോണസ് എന്ന മന്ത്രി ആന്റണി രാജു. 2.5 വർഷം കഴിഞ്ഞാൽ മാറും എന്നുള്ളത് മുൻധാരണയാണ്. 24-നുള്ള ഇടതുമുന്നണി യോഗം കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു ന്യൂസ് 18 പറഞ്ഞു. 24-ാം തീയതി LDF ഉണ്ട്. ഇത് നേരത്തെയുള്ള ധാരണയാണ്. 2.5 വർഷക്കാലമാണ് ഞങ്ങൾക്കുള്ളത്. കാലാവധി ഞാൻ പൂർത്തിയാക്കി ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. യഥാർത്ഥം എനിക്ക് എക്സ്റ്റൻഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ബോണസാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം കാലാവധി നീട്ടിയിരിക്കുകയാണ്. പക്ഷേ LDF 24-ാം തീയതി എന്താ തീരുമാനം എടുക്കുന്നത്? ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണല്ലോ. ഞങ്ങളും കൂടെ എടുത്ത തീരുമാനമല്ലേ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ MLA ആയി തുടരുകയാണ്. അപ്പോൾ മന്ത്രിയായിരിക്കുന്നത് MLA ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും LDF എന്ത് തീരുമാനം എടുത്താൽ അതെനിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 140 അടിയായി. തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് നൽകി. 142 അടിയാണ് അണക്കെട്ടിലെ പരമാവധി സംഭരണശേഷി. അണക്കെട്ടിൽ നിന്നും ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി എംപിമാർ മാർച്ച് നടത്തി. പാർലമെന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വിജയ് ചൌക്കിൽ അവസാനിച്ചു. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും സ്പീക്കറും പാർലമെന്റ് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ചോദിച്ചത്. ഇത് തങ്ങളുടെ ചുമതലയാണ്. എന്നാൽ അത് തടസ്സപ്പെടുത്തുകയാണ് സർക്കാരും സ്പീക്കറും ചെയ്യുന്നത്. എംപിമാരുടെ പ്രതിഷേധത്തിനിടെ നടത്തിയ അനുകരണത്തെ ജാതി വിഷയമാക്കി മാറ്റിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ये प्रोटेस्ट कर रहे हैं, ये प्रोटेस्ट सरकार के खिलाफ ये आंदोलन है. सरकार ये नहीं चाहती, मोदी जी ये नहीं चाहते और सदन के मुखिया है वो भी नहीं चाहते कि सदन चले. लेकिन मैं माफी चाहता हूं कि जो चेयरमैन साहब ने एक मुद्दा उठाकर हम सारे संसद को उन्होंने एक तरीके से जातिवाद पर लाया है. अरे हम डेमोक्रेसी में बात करना हमारा हक है. हम चुने हुए सदस्य हैं और लोगों के भावना को पार्लियामेंट में बताना पार्लियामेंट मेंबर्स का कर्तव्य होता है. वो हम कर रहे थे. പാർലമെന്റിൽ തുടരുകയാണ് പ്രതിപക്ഷ എംപിമാർ. ലോക്സഭയിൽ കോൺഗ്രസിന്റെ ശേഷിക്കുന്ന 3 എംപിമാരായ ദീപക് ബൈജ്, നകുൽനാഥ്, DK സുരേഷ് എന്നിവരാണ് പ്രതിഷേധിച്ചത്. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും പേപ്പറുകൾ കീറിയെറിയലും ഇന്നത്തെ പ്രതിഷേധത്തിൽ ഉണ്ടായി. ഇവരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തില്ല. ഇതിനിടെ 3 ക്രിമിനൽ നിയമങ്ങൾ അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തില്ലെന്ന ഭേദഗതി കൊണ്ടുവരുമെന്ന് ഇന്നലെ ലോക്സഭയിൽ അറിയിച്ചിരുന്നു. ഇതിന് വിരുദ്ധമായാണ് ഡോക്ടർക്ക് കുറഞ്ഞ ശിക്ഷ നൽകുന്ന ഭേദഗതി വരുത്താത്ത ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഇത് പ്രകാരം ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചാൽ ഡോക്ടർക്ക് 2 വർഷം വരെ തടവ് ലഭിക്കും. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ലോക്സഭയിൽ പ്രതിഷേധിച്ച കർണാടക സ്വദേശി D മനോരഞ്ജന്റെ റൂംമേറ്റ് സായി കൃഷ്ണയാണ് അറസ്റ്റിലായത്. കർണാടകയിലെ മുൻ ഡിവൈഎസ്പിയുടെ മകനാണ് സായി. ഇന്നലെ ബാഗൽകോട്ടിലെ വസതിയിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മനോരഞ്ജന്റെ ഡയറിയിൽ സായി കൃഷ്ണയുടെ കാര്യം പരാമർശിച്ചിരുന്നു. രണ്ടാമത് അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് ജലാവുൻ സ്വദേശി അതുൽ കുൽശ്രേഷ്ഠയാണ്. ഭഗത് സിംഗിന്റെ പ്രവർത്തനങ്ങളിൽ
അതുൽ ആകൃഷ്ടനായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നേരത്തെ അറസ്റ്റ് ചെയ്ത മനോരഞ്ജൻ അടക്കമുള്ള 5 പേരുടെ റിമാൻഡ് അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. ഇവരെ ഡൽഹി പട്യാല ഹൌസ് കോടതി 15 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കാനുള്ള ബിൽ ലോക്സഭയും പാസാക്കി. സുപ്രീംകോടതി വിധി മറികടക്കാനായാണ് ബിൽ കൊണ്ടുവന്നത്. ഇതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. പകരം പ്രധാനമന്ത്രി, നിയമമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ പൊന്മുടി പുറത്തേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മദ്രാസ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്നാണ് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടമാകുന്നത്. പൊന്മുടിയുടെ ഭാര്യയെയും ശിക്ഷിച്ചിട്ടുണ്ട്. പൊന്മുടിയെ ശിക്ഷിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല MK സ്റ്റാലിൻ ഏറ്റെടുത്തു. 2016 മന്ത്രിയെയും ഭാര്യ P വിശാലാക്ഷിയെയും കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മന്ത്രിക്ക് 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പൊന്മുടിയുടെ ഭാര്യയെയും 3 വർഷം തടവിന് ശിക്ഷിച്ചു. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകാൻ 1 മാസത്തെ സാവകാശമുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പൊന്മുടിയും മകനും കല്ലക്കുറിച്ചി MPയുമായ ഗൗതം സിംഗമണിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. 2011 അനധികൃത മണൽ ഖനനവും തുടർന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ED ഇവരെ ചോദ്യം ചെയ്തത്. 2006-2011 കാലത്ത് ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരിക്കെ മൈനർ മിനറൽ കൺസഷൻ ആക്ട് ലംഘിച്ചുവെന്നും ED തെളിവ് ഹാജരാക്കിയിരുന്നു. 2006-നും 2011-നും ഇടയിൽ മന്ത്രിയായിരിക്കെ പൊന്മുടി 2 കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കേസ്. 1989 ശേഷം DMK അധികാരത്തിലെത്തിയപ്പോഴെല്ലാം മന്ത്രിയായിട്ടുള്ള ആളാണ് പൊന്മുടി. 1989 വില്ലുപുരം മണ്ഡലത്തിൽ നിന്ന് MLA ആയി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. തമിഴ്നാട്ടിൽ പ്രശസ്തമായ സൂര്യ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിവരുന്നത് പൊന്മുടിയുടെ കുടുംബമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് വീണ്ടും EDക്ക് മുന്നിൽ. 4ാം തവണയാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. CPMന് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉള്ളതായി അറിയില്ലെന്നും അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെന്നും MM വർഗീസ് പറഞ്ഞു. EDയിൽ നിന്ന് സമ്മർദ്ദങ്ങളൊന്നുമില്ലെന്നും MM വർഗീസ് വ്യക്തമാക്കി. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എന്നോട് ഇടപെട്ടത്. BJPയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി K സുരേന്ദ്രൻ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഇന്നു മുതൽ ആരംഭിക്കുന്ന സ്നേഹയാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ആലഞ്ചേരി പിതാവിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ക്രിസ്ത്യൻ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സന്ദർശിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ സ്നേഹയാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നത്. ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. ക്രിസ്തുമസ് ആശംസകൾ എല്ലാ വീടുകളിലും നേരുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. സാമൂഹ്യ സമരസത, പരസ്പര ഐക്യം, സൗഹാർദ്ദം ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിടവേള കൂടി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്കൊഴിയുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുടങ്ങി. നിലയ്ക്കലേക്കുള്ള വാഹന നിയന്ത്രണം ഇന്നും തുടരുകയാണ്. ശബരിമല സന്നിധാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. ഇന്നലെ 97,619 പേരാണ് പോലീസിന്റെ കണക്ക് പറയാൻ 18 മണി കയറിയത്. അത് വിർച്വൽ ക്യൂ ബുക്കിംഗും മറ്റും ചേർത്തുള്ള കണക്കാണ്. പക്ഷേ ഇതിലധികം പേർ ഇവിടെ എത്താനുള്ള സാധ്യത പോലീസ് തന്നെ തള്ളിക്കളയുന്നില്ല. ഇന്നിപ്പോൾ വിർച്വൽ ക്യൂ ഏതാണ്ട് 80,000 താഴെ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിലെ കുറവ് ഇവിടെയും നമുക്ക് അനുഭവപ്പെടാനുണ്ട്. രാവിലെ മുതൽ ഏതാണ്ട് മണിക്കൂറിൽ 4000-ലധികം അയ്യപ്പന്മാരെ ആ 18-ാം പടി കയറ്റുന്നുണ്ട്. 18-ാം പടി കയറ്റുന്നതിന്റെ വേഗതയാണ് ഈ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ഉച്ചവരേക്ക്
45,000-ഓളം അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തി എന്നുള്ള കണക്കാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പമ്പയിലും നിലയ്ക്കലിലേക്കും ഒക്കെ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇടത്താവളങ്ങളിലായിരുന്നു ഈ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് ഏറെ നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടം കഴിഞ്ഞാൽ ഏറെ സമയമെടുത്ത് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട്. മിനിമം 6-7 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഇപ്പോൾ ഇവിടെയുള്ളത്. വൈകുന്നേരത്ത് തിരക്ക് അല്പം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും പോലീസ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കിലേക്ക് സന്നിധാനം വരും ദിവസങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പാണ്. കാരണം ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോട്ടയംകാർക്ക് പുൽക്കൂട് സമ്മാനിക്കാൻ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പാലക്കാട് സ്വദേശിയായ അറുമുഖവും കുടുംബവും എത്തി. ഈറയിലും മുളയിലും കച്ചിയിലും തീർത്ത പുൽക്കൂടുകളാണ് അറുമുഖം നിർമ്മിച്ചു നൽകുന്നത്. പല വലിപ്പത്തിലുള്ള പുൽക്കൂടുകൾ വാങ്ങാൻ കോട്ടയം നാഗപടം നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലെ വഴിയരികിലെത്തിയാൽ മാത്രം മതി. കൊഴിഞ്ഞാൻ പറയുന്നതാണ് വരുന്നത്. വണ്ണാമട കൊഴിഞ്ഞാൻ പറയുന്നത്. പുൽക്കൂട് 3 കൊല്ലമായിട്ട് ഇവിടെ വന്ന് ചെയ്ത് വിൽക്കുന്നതാണ്. സാധനങ്ങളൊക്കെ ഞങ്ങൾ പാലക്കാടിൽ നിന്നാണ് മേടിക്കുന്നത്. ഇത് നമ്മൾ പൊളിച്ചിട്ട് ഇത് മുള പൊളിച്ചിട്ട് നമ്മൾ എത്രയ്ക്ക് വേണം അത്രയ്ക്ക് സൈസിന് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഫ്രെയിമാക്കി നമ്മൾ ചെയ്യുന്നതാണ്. ഒരു കൂട് തണിച്ചെല്ലാം ചെയ്തുണ്ടാക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും. നമ്മളിതെല്ലാം ചെയ്തിട്ട് ഒന്നിച്ചിട്ട് ഇരുന്നുണ്ടാക്കുന്നതാണ്. ഇതങ്ങനെ ഞങ്ങൾ 4 ആൾ കൂടി കഴിഞ്ഞാൽ ഒരു 12 എണ്ണം ഉണ്ടാക്കും. 10-12 എണ്ണം ഉണ്ടാക്കും. ഞങ്ങൾ സ്റ്റാർട്ടിങ് റേറ്റ് 250, 350, 450, 600 ഇങ്ങനെ പല സൈസ് ഉണ്ട്. പിന്നെ അതിലും പലതും ചെറുതും വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് ചെയ്ത്. ഞങ്ങളിപ്പോൾ എങ്ങനെയായാലും ഒരു 12 ദിവസം 15 ദിവസം ഇവിടെ ഉണ്ടാവും. ഒരു 300 പീസ് 350 പീസ് മൊത്തമായിട്ട് എല്ലാ ഐറ്റം കൂടി. നമ്മൾ 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കച്ചവടം ഉണ്ടാവില്ല. 25-ാം തീയതി രാവിലെ എല്ലാം എടുത്ത് പോകും. അത് റെഡിമെയ്ഡ് പുൽക്കൂട് ഇതിനേക്കാളും വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് നോക്കാൻ ഒരു ഭംഗിയായിട്ടുണ്ടാവും. ഞങ്ങൾ ആണി വെച്ച് അടിക്കുന്നത്. ഈ മുളയും കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ടാവും, കുറച്ച് സ്ട്രോങ് ഉണ്ടാവും. അവിടത്തേക്കാളും അതിന് നമ്മൾ വൈക്കോല് ഇട്ടാണ് ചെയ്യുന്നത്. വൈക്കോല് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കക്ഷി. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ളത് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ട്. റിലയൻസ് ജിയോയ്ക്ക് 34.7 ലക്ഷം പുതിയ വരിക്കാർ. കേരളത്തിൽ നിന്നുള്ള 82,000 കണക്ഷനുകളും ഉൾപ്പെടും. സെപ്റ്റംബർ മാസത്തിലാണ് 82,000 പുതിയ വരിക്കാരുണ്ടായത്. ഇതോടെ കേരളത്തിലെ മൊത്തം വരിക്കാരുടെ എണ്ണം 1,05,00,000 മുകളിലെത്തി. ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ മിറാക്കിൾ നൈറ്റ് 2023 കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ അർഹരായവർക്ക് കൈമാറി. താരങ്ങളായ ഹണി റോസ്, മണിയൻ പിള്ള രാജു, ദേവൻ, ഇഷ ആനന്ദ്, പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി